കെ.ബി. ഗണേഷ് കുമാർ തുടങ്ങി വച്ച ഇലക്ട്രിക് ബസ് വിവാദം കെട്ടടങ്ങിയെങ്കിലും യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് ഇലക്ട്രിക് ബസ് എന്നതിൽ വലിയ സംശയമൊന്നുമില്ല. ചിലവ് കുറവാണ് എന്ന് മാത്രമല്ല, സുഖകരമായ യാത്രയാണ് മറ്റ് KSRTC ബസ്സുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് ബസ്സിനുള്ളത്. നഗരയാത്രയ്ക്ക് ഏറെ സൗകര്യപ്രദമായ ഇലക്ട്രിക് ബസ് വന്നതോടെ ഇതിൽ മാത്രം യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും ഏറിയിട്ടുണ്ട്. KSRTC ആണോ, KSRTC സ്വിഫ്റ്റിന്റെ ഇലക്ട്രിക് ബസ്സാണോ സർക്കാരിന് കൂടുതൽ ലാഭകരമെന്ന് അടക്കമുള്ള വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ബസ്സിൽ ഏതിൽ യാത്ര ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം, കൂടുതൽ ലാഭകരം? പരിശോധിക്കാം. കിഴക്കേക്കോട്ടയിൽ നിന്നാണ് നമ്മൾ കയറിയിരിക്കുന്നത്. സ്റ്റാച്ചു, വെള്ളയമ്പലം, പേരൂർക്കട ഭാഗത്തേക്കാണ് ഈ ബസ് പോകുന്നത്. ഇതിൽ ആളുകളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്കിതിൽ യാത്ര ചെയ്ത് എത്ര രൂപയാകും, ആളുകളുടെ പ്രതികരണം എന്താണ് എന്നൊക്കെ അന്വേഷിക്കും. പേരൂർക്കട കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കടയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. 18 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര പേരൂർക്കടയിൽ എത്തിയിരിക്കുകയാണ്. അരമണിക്കൂർ കൊണ്ട് നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്നും പേരൂർക്കടയിലെത്തി. ഇവിടുന്ന് തിരിച്ചുള്ള യാത്ര KSRTCയുടെ സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സിലാണ്. പേരൂർക്കടയിൽ നിന്നും കിഴക്കേക്കോട്ടയിലേക്ക് ബസ് വന്നിട്ടില്ല, പക്ഷേ തമ്പാനൂർ ഭാഗത്തേക്ക് ബസ് വന്നിട്ടുണ്ട്. പേരൂർക്കടയിൽ നിന്നും തമ്പാനൂരേക്ക് ടിക്കറ്റ് കിട്ടി. 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. ഡിസ്റ്റൻസ് അനുസരിച്ച് വേരി ചെയ്യും. ബട്ട് 13-15 അങ്ങനെയായിരുന്നു. ഇതിപ്പം 10 റുപ്പീസിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസിൽ പോകാൻ പറ്റും. പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആകുമ്പം ഒരേ ലൊക്കേഷനിൽ നിന്ന് മിക്കവാറും അപ്പ് ഡൗൺ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇതാണ് നല്ലത്. പേരൂർക്കട ടു സ്റ്റാച്ചു 10 രൂപ ലാഭമാണ്. 30 രൂപയുടെ രാവിലെ തന്നെ ഒരു ടിക്കറ്റ് എടുത്താൽ രാത്രി വരെ 7-8 മണി വരെ നമുക്കിതിൽ ഇതേ ബസ്സിൽ ഇലക്ട്രിക് ബസ്സിൽ മാത്രം ആ പാസ് കാണിച്ചിട്ട് യാത്ര ചെയ്യാം. ആൾക്കാർക്കൊന്നും കുറവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയ കിഴക്കേക്കോട്ട ഭാഗത്ത് തന്നെ യാത്ര എത്തി നിൽക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ബസ്സിലെ യാത്രയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി കണക്കുകൾ പരിശോധിച്ച് നോക്കാം. KSRTCയും സ്വിഫ്റ്റിൻ്റെ ഇലക്ട്രിക് ബസ്സും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കടയിലേക്ക് ഒരു സാധാരണ യാത്രക്കാരന് യാത്ര ചെയ്യാൻ ഒരു ദിവസം എത്ര ചെലവാകും, അല്ലെങ്കിൽ ഒരു മാസം എത്തുമ്പോൾ അത് എത്രയാകുമെന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. KSRTCയിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഒരു ദിവസം ചിലവാകുന്നത് ഒരു ഭാഗത്തേക്ക് 18 രൂപയാണ് ടിക്കറ്റ്, 2 ഭാഗത്തേക്കാകുമ്പോൾ 36 രൂപ. നേരെ മറിച്ച് സ്വിഫ്റ്റിലാകുമ്പോൾ ഒരു ഭാഗത്തേക്ക് 10 രൂപ മാത്രമാണ് ടിക്കറ്റിൻ്റെ നിരക്ക്, 2 ഭാഗത്തേക്കാകുമ്പോൾ 20 രൂപ. ഇനി ഒരു മാസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ KSRTCയിൽ ഒരു മാസം യാത്ര ചെയ്യാൻ 1080 രൂപയാകുമ്പോൾ KSRTC സ്വിഫ്റ്റിൽ ഒരു മാസം യാത്ര ചെയ്യാൻ 600 രൂപ മാത്രമേ ഒരു സാധാരണക്കാരന് ചിലവാകുന്നുള്ളൂ. അതായത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 480 രൂപ വലിയ തുകയാണ്. ക്യാമറമാൻ സജു കുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.